സാർ, ഇന്നലെ ശബരിമല തന്ത്രി വാജിവാഹനം കൊണ്ടുപോയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും കൂടി അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? അല്ല, അതെല്ലാം അന്വേഷണത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ശബരിമല തന്ത്രി ഭഗവാന്റെ വാജിവാഹനം, അതിന് മോഹവില കോടിക്കണക്കിന് 500 കോടി കൊടുത്തു പോലും സ്വന്തമാക്കാൻ ആളുകളുണ്ട് എന്ന തരത്തിലാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ വന്ന ദിവസം ഇന്നലെയാണ്. നിരന്തരം കോളുകൾ. എനിക്ക് അമേരിക്കയിൽ നിന്ന് വരെ എന്നെ വിളിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് രണ്ടഭിപ്രായങ്ങൾ. ഒന്ന്, തന്ത്രിക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നവരുണ്ട്. തന്ത്രി ആ ചെയ്ത് ശരിയല്ല എന്ന് പറയുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകൾ. അപ്പോൾ ഏതായാലും അതിനുശേഷം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ശബരിമല തന്ത്രി രാജീവ് കണ്ഠരര്, അദ്ദേഹത്തിന് ഒരുപാട് ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ട്. അപ്പോൾ തന്ത്രമുള്ള പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിരിക്കാം. ഉദാഹരണത്തിന് എന്നോട് പറഞ്ഞത്, ഏറ്റുമാനൂരിൽ കൊടിമരം പുനഃസ്ഥാപിച്ചപ്പോഴോ മറ്റോ അവിടെ ഉണ്ടായിരുന്ന ഋഷഭവാഹനവും തന്ത്രി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ തന്ത്രിക്ക് ഇത് കൊണ്ടുപോകാമോ എന്നുള്ളതാണ് ഒരു തർക്കം. അപ്പോൾ ചിലർ പറയുന്നത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഇത് 3 തരത്തിൽ ഈ വാഹനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒന്ന്, ദാരുശിലയിലുണ്ടാക്കും, തടി കല്ലിലുണ്ടാക്കും, കൃഷ്ണശിലയിൽ, പിന്നെ പഞ്ചലോഹം ഉൾപ്പെടെയുള്ള ലോഹങ്ങളിലുണ്ടാക്കും. പക്ഷേ ശബരിമലയിലേത് വെള്ളിയായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ ഇത് എന്ത് ചെയ്യണമെന്നുള്ളത്, അതിൽ നിന്ന് ചൈതന്യം ആവാഹിക്കുകയാണ്. ചൈതന്യം പോയി കഴിഞ്ഞാൽ, അതായത് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ജഡമാണ്. അത് മരമാണെങ്കിൽ ദഹിപ്പിക്കണം, ശിലയാണെങ്കിൽ കൃഷ്ണശിലയാണെങ്കിൽ അത് ആഴത്തിൽ വീണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിൽ ജലാശയത്തിൽ ഉപേക്ഷിക്കണം. ഇതാണെങ്കിൽ ലോഹമാണെങ്കിൽ ഉരുക്കിയെടുക്കണം എന്നാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് സംബന്ധിച്ച് പലരോടും ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച ഒരാൾ എനിക്കൊരു വോയിസ് അയച്ചു തന്നു. മനു നമ്പൂതിരി എന്ന് പറയുന്ന ആളുടെ ശബ്ദരേഖ. അത് നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. വിമർശനയിൽ പറയുന്നത്, ആദ്യം പറയുന്ന ഭാഗം ദാരുബിംബമാണെങ്കിൽ അതിനെ നെയ്യിൽ കുളിപ്പിച്ച് അതിനെ നമ്മുടെ നിർമ്മാല്യധാരി കൊണ്ട് പൂജിച്ച അഗ്നിയിൽ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, അതായത് ലോഹമാണെങ്കിൽ യജമാനൻ അതിനെ വേണ്ട വിധത്തിൽ ഉരുക്കി അതിനെ ഒരു ലോഹ വസ്തുവായിട്ട്, അത് ആ ബിംബം അതേ രൂപത്തിലല്ല, ഉരുക്കി അത് ആചാര്യന് സമർപ്പിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമർശിനിയിൽ. അതിൽ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്നെങ്കിൽ മരമാണെങ്കിൽ ദഹിപ്പിക്കണം, നെയ്യിൽ മുക്കി ആചാരവിധി പ്രകാരം ദഹിപ്പിക്കണം, അല്ലെങ്കിൽ ഉരുക്കിയെടുക്കണം. അപ്പോൾ ശബരിമലയിൽ ഇത് ചെയ്തിട്ടില്ല. തന്ത്രി കൊടിമരം ഇറക്കി പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി പറകളിറക്കി കൊടിമരം പൊളിച്ചു കഴിയുമ്പോൾ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു അന്നത്തെ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ പത്മകുമാർ എന്നായിപ്പോയി. പ്രയാർ ഗോപാലകൃഷ്ണനാണ് UDF നിയമിച്ച അജയ് തറയിലും പിന്നെ കെ രാഘവനും അടക്കമുള്ള UDFൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ കാലത്താണ് ഈ കൊടിമരം പുനഃസ്ഥാപിക്കുന്നത്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അപ്പം തന്നെ കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ മുതലാണ്, അത് കൈപ്പറ്റുമ്പോൾ ഇനി തന്ത്രിക്ക് കൊടുത്തെങ്കിൽ അതിൻ്റെ രേഖ ഉണ്ടാവണം. രേഖ ഉണ്ടാവുന്നില്ല. രേഖ ഉണ്ടാവാതെ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സ്റ്റോക്കിൽ ഈ വാജിവാഹനമുണ്ട്, അത് കാണുന്നില്ല. അത് ആരുടെ കയ്യിൽ പോയി? തന്ത്രിയുടെ പോയി. അപ്പോൾ കണക്കിലില്ലാതെ നിയമാനുസൃതമല്ലാതെ ഒരു സാധനം കൈവശം വെച്ചാൽ അത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാമോ എന്ന് ചിലർ ചോദിച്ചു. തന്ത്രി എവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ തന്ത്രി അത് ആരും അറിയാതെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതല്ല. പക്ഷേ തന്ത്രിക്ക് അത് കൈവശം വെക്കാമോ എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ രംഗത്തെ തന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോലും ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ഇത്തരം സാധനങ്ങൾ വീട്ടിൽ വെക്കുന്നത് കൊണ്ടാണ്. ചൈതന്യമില്ലാത്ത ജഡവസ്തുവായ നമ്മളൊരു ജഡം നമ്മുടെ വീട്ടിൽ എത്ര കാലം സൂക്ഷിക്കും? നമ്മൾ സംസ്കരിക്കും, അല്ലെങ്കിൽ ദഹിപ്പിക്കും, അല്ലെങ്കിൽ കുഴിച്ചിടും. അപ്പോൾ അങ്ങനെ ജഡസമാനമായ ഒന്ന് വീട്ടിൽ വെക്കാമോ ആചാര്യവിധി പ്രകാരം എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു ദോഷഫലങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ ആരോപണത്തിന് വിധേയമാകുന്നത് പോലും ഇത് കൈവശം വെച്ചതിൻ്റെ തിരിച്ചടിയാവാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ പറയുമ്പോൾ ഈ തന്ത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രകാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന ചിലർ പറയുന്നത്, ഈ ദേവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് ജൂലൈ മാസത്തിൽ അവിടെ മാളികപ്പുറത്തമ്മയുടെ സമീപത്ത് ഒരു നവഗ്രഹ പ്രതിഷ്ഠ നടത്തി. അത് കുംഭം രാശിയിലാണ് മാളികപ്പുറത്ത് ഈ നവഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. അത് ദേവഹിതത്തിന് വിരുദ്ധമായിട്ടാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട്
പേരുണ്ട്. അപ്പോൾ എന്തിനാണ് ദേവസ്വം ബോർഡ് അത്ര തിരക്കിട്ട് അല്ലെങ്കിൽ തന്ത്രിയും ഒക്കെ ബന്ധപ്പെട്ട് അവിടെ നവഗ്രഹ പ്രതിഷ്ഠ ദേവൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നടത്തിയത്? അതുകൊണ്ട് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും തന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമലയിൽ ഒരു കൊടിമരം ഉണ്ടായിരുന്നല്ലോ. ആ കൊടിമരം 2017 ഫെബ്രുവരി 18 നമ്മൾ ഈ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റ് ആയിരിക്കെ പൊളിച്ച് പുതിയ കൊടിമരം പണിത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് കൊടുക്കുമ്പോൾ ഈ വാജി വാഹനം ആർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള തർക്കം തന്ത്രിക്കാണെന്ന് പറയുന്നു. അപ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ വാജി വാഹനം ഭഗവാന്റെ കൊടിമരത്തിലെ വാഹനം തന്ത്രിക്ക് കൊടുത്തപ്പോൾ തന്ത്രി കൈപ്പറ്റിയിട്ട് ഒരു ദക്ഷിണ സ്വീകരിച്ചിട്ട് തിരിച്ച് ദേവസ്ഥനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, അത് അങ്ങനെയാണെങ്കിൽ അത് അവിടുത്തെ തന്ത്രിയും ശബരിമല തന്ത്രി തന്നെയാണ്. അതും നമുക്ക് പറ്റിയൊരു പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ചെങ്ങന്നൂരല്ല, തിരുവല്ല മഹാദേവ ക്ഷേത്രം, തിരുവല്ല ക്ഷേത്രത്തിലെ വാഹനമാണ് കൊടിമരത്തിൽ നിന്നെടുത്ത് തന്ത്രിക്ക് കൊടുക്കുകയും തന്ത്രി അത് ദക്ഷിണ കൈപ്പറ്റി തിരിച്ച് ദേവസ്ഥനെ കൈമാറുകയും ചെയ്തു. അപ്പോൾ ശബരിമലയിൽ ഇത്രയേ ഉള്ളൂ. ശബരിമലയിലെ വാഹനം അത് ശരിക്കും ദേവസ്വത്തിൻ്റെ സ്വത്താണ്. അത് ഉരുക്കേണ്ടതായിരുന്നു. കാരണം അത് വെള്ളി കൊണ്ട് നിർമ്മിച്ചതാണ്. വെള്ളി കൊണ്ട് നിർമ്മിച്ച ഈ വിഗ്രഹവും സാധനമെന്ന് പറയാൻ പാടില്ല, വാഹനം ഇങ്ങനെ കൊണ്ടുപോയത് ഒരു തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹം തിരുത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ വിജി തമ്പിച്ചേട്ടനെ വിളിച്ചിട്ട് താൻ അത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞതാണ് മധു മണിമല പറഞ്ഞത്. അത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്ത്രി സമ്മതിച്ചു, എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തില്ല. കൊടുക്കാത്തത് കൊണ്ടാണ് മധു മണിമല തത്വമയി എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയും നമ്മൾ അതിനെ അധികരിച്ച് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. അതാണ് ആ വീഡിയോ ഭയങ്കര വൈറലായി, ഭയങ്കര വിവാദമായി, ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ അതേ തുടർന്ന് ഈ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു അലിഗേഷനാണ്. അപ്പോൾ അതിന് മധു മണിമല ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അത് ഹൈദരാബാദിൽ ഒരു വലിയ സമ്പന്നന് ഇത് കൈമാറി. ഈ വാഹനം അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിലിരിക്കുകയാണ്. അത് പണത്തിന് കൊടുത്തതാണോ എന്നറിയില്ല. എന്നിട്ടാണ് മധു മണിമല പറയുന്നത്, വേണമെങ്കിൽ മോഹവില 500 കോടി കൊടുത്തും ആളുകൾ വാങ്ങാൻ തയ്യാറാണ്, ഭഗവാന്റെ ആണല്ലോ. പക്ഷേ അതങ്ങനെ മേടിച്ചു വെച്ചാൽ ദോഷമാണെന്ന് അറിഞ്ഞുകൂടാത്തവരായിരിക്കാം. അപ്പോൾ ഏതായാലും അത് അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള താമസം കൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കാത്തത് എന്നൊക്കെ ഈ മധു മണിമല പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദേവസ്വം കമ്മീഷണർക്ക് പരാതി കൊടുത്തു, വാഹനം കണ്ടുപിടിക്കണം, തന്ത്രിക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ്, തന്ത്രിയുടെ പക്കൽ എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്ന് പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തു എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് അപ്പോൾ അതുപോലെ ഏറ്റുമാനൂരിലെ ഋഷഭവാഹനവും തന്ത്രിയുടെ പക്കലുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ ധ്വജത്തിലുണ്ടാവുന്ന വാഹനങ്ങൾ കൊടിമരം പുനഃസ്ഥാപിക്കുമ്പോഴൊക്കെ അതും മാറ്റും. അത് അപൂർവമായ അമൂല്യമായ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് തർക്ക വിഷയം. തന്ത്രിക്കുള്ളതാണോ അതോ ദേവസ്വത്തിന് അവകാശപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പോൾ എന്നെ ഇന്നലെ വിളിച്ച ഒരാൾ പറഞ്ഞത്, മുമ്പ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വാഹനം കൊടിമരം മാറ്റിയപ്പോൾ വാഹനം ആർക്ക് അവകാശപ്പെട്ടതാണെന്നൊരു തർക്കം വന്നു. അവസാനം അത് ഹൈക്കോടതി വരെ എത്തി. ദേവസ്വം ബോർഡ് ഹൈക്കോടതി പോയി. ഹൈക്കോടതി വിധി പറഞ്ഞത് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിധി ഉണ്ടെന്ന് പറയുന്നു. ആ വിധി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വിധി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഒരു വിധി വരട്ടെ. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൊടിമരം മാറ്റിയതാണല്ലോ. വാഹനം എടുക്കാൻ കാരണം എന്താണ്? കൊടിമരം മാറ്റിയതാണ്. കൊടിമരം മാറ്റിയത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഉയർന്നു വരുന്നത്. കാരണം അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന കൊടിമരം എന്ന് സ്ഥാപിച്ചതാണെന്നുള്ള കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ലെന്നാണ് പറഞ്ഞത്. 1969 സ്ഥാപിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും കൊടിമരം 2017 ഫെബ്രുവരി 18 പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കെ രാഘവനും അടങ്ങുന്ന ബോർഡിൻ്റെ കാലത്ത് മാറ്റി സ്ഥാപിച്ചു. ഒരു സാധനം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഒരു കാരണം വേണമല്ലോ. അപ്പോൾ ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത് അതിന് അംഗഭംഗം വരുമ്പോഴാണ്. കൊടിമരത്തിന് അംഗഭംഗം വന്നുവെങ്കിൽ എവിടെയാണ് അംഗഭംഗം വന്നത് അത് പറയണം. അപ്പോൾ കൊടിമരം മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പഴയത് മാറ്റിയതാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് അംഗഭംഗം വന്നത്? അപ്പോൾ ഈ കൊടിമരം ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണെന്നായിരുന്നു ധാരണ. അതിൻ്റെ പറകളെല്ലാം അഴിച്ചു വരുമ്പോഴാണ് അകത്തെന്താണെന്ന് മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ അത് തടി കൊണ്ടാണെന്ന് കരുതിയിട്ട് അത് ദഹിപ്പിക്കാൻ, ആചാരപ്രകാരം ദഹിപ്പിക്കാൻ ഒരു ചിത വരെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അഴിച്ചഴിച്ച് വന്നപ്പോൾ കൊടിമരം കോൺക്രീറ്റ് ആയിരുന്നു.
അതിൻ്റെ കൊടിമരത്തിൻ്റെ ദണ്ട് മാത്രമായിരുന്നു തടി ഉണ്ടായിരുന്നത്. എന്നിട്ട് കൊടിമരം മൊത്തത്തിൽ ദഹിപ്പിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നവർ അതിൻ്റെ ദണ്ട് മാത്രം ദഹിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം കൊടിമരം എന്തുകൊണ്ട് നിർമ്മിച്ചിരുന്നതാണ് എന്ന് ദേവസ്വം ബോർഡിന് അറിയത്തില്ലായിരുന്നു ഇത്രയും കാലമായിട്ടും. എന്നിട്ട് പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ അതിന് പറയുന്നത് അതിൻ്റെ താഴെ ഭാഗത്ത് സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് അടിച്ചിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് അടിച്ചത് കൊണ്ട് അതൊരു ദോഷമാണ് എന്ന് കണ്ടിട്ട് കൊടിമരം മാറ്റി സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ശരി, ഒരു രാസവസ്തു പ്രയോഗിച്ചു. പക്ഷേ ഈ കൊടിമരം നിർമ്മിക്കാൻ വേണ്ടി ഒരു പഞ്ചവർഗ തറയുണ്ടാക്കി. പഞ്ചവർഗ തറയുണ്ടാക്കിയിട്ട് അതിൽ മെർക്കുറി ഒഴിച്ചു. മെർക്കുറി എന്ന് പറഞ്ഞാൽ കടുത്ത രാസവസ്തു ഒഴിച്ചു. അതിനേക്കാളും പെയിന്റ് അടിച്ചതിനേക്കാളും വലിയ ദോഷമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മാത്രമല്ല, പുതുതായിട്ടൊരു വാജിവാഹനം സ്ഥാപിക്കണമല്ലോ. ആ വാജിവാഹനം അവിടെ സ്ഥാപിക്കും മുമ്പ് അതിന് ജലവിധാനം നടത്തി. ജലത്തിൽ അത് സാധാരണ വാജിവാഹനങ്ങൾ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അങ്ങനെ ജലവിധാനം നടത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ ജലവിധാനം നടത്തിയത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഒരാൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കാടാമ്പുഴ കാർത്തികൻ എന്നാണ്. അദ്ദേഹം തൃശ്ശൂർ പൂങ്കുന്നം സ്വദേശിയാണ്. അദ്ദേഹം ത്തിൻ്റെ ഒരു കത്ത് ഞാൻ വായിക്കാം. പഞ്ചവർഗ തറയ്ക്ക് മാത്രം സ്ഥിരമായി കേടുപാടുകൾ സംഭവിക്കാൻ കാരണമെന്താണെന്നതിനുള്ള ദേവഹിതം നോക്കിയത്. എന്തുകൊണ്ടാണ് കൊടിമരത്തിൻ്റെ പഞ്ചവർഗ തറയ്ക്ക്, ഇപ്പം നവഗ്രഹ ക്ഷേത്രം ഉണ്ടായതിനും പഞ്ചവർഗ തറയുണ്ട്, അതിന് മാത്രം സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ആ കൊടിമരം മാറ്റി സ്വർണ്ണ നിറമുള്ള പെയിന്റ് പൂശിയത് മൂലമുണ്ടായ അശുദ്ധിയെ തുടർന്ന് ആ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചു എന്നിരിക്കെ പെയിന്റിനേക്കാൾ എത്രയോ മാരകമായ രാസവസ്തുവായ മെർക്കുറിയല്ലേ ഇപ്പോൾ പുതിയ കൊടിമരത്തിൻ്റെയും പഞ്ചവർഗ തറയിൽ ഒഴിച്ചതും അതുമൂലം കേടുപാടുകൾ സംഭവിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ പെയിന്റ് രാസവസ്തുവാണ്, അശുദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടൊഴിച്ചിരിക്കുന്നത് അതിനേക്കാൾ രൂക്ഷമായ മാരകമായ മെർക്കുറിയാണ്. പഞ്ചവർഗത്തറയുടെ വലുപ്പം, സ്ഥാനം എന്നിവ ദേവന് ഹിതകരമാണോ? പുതിയ കൊടിമര പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കിയ ലോഹത്തിലുള്ള വാജിവാഹനം പതിവിൽ കവിഞ്ഞ ദിവസങ്ങളിൽ ജലാധിവാസം നടത്തിയത് എന്തിനാണ്? ശിലയിലുള്ള വിഗ്രഹത്തിനും ലോഹത്തിലുള്ള വിഗ്രഹത്തിനും ഒരേ പ്രകാരമാണോ ജലാധിവാസം നടത്തേണ്ടത്? മുളയിടൽ കർമ്മം നടത്തി പ്രതിഷ്ഠാദിനം വരെ കൃത്യമായ ദിവസങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. പ്രതിഷ്ഠാദിന മുഹൂർത്തം കുറിച്ചപ്പോൾ ക്ഷേത്രദേവന്റെ അനുജന്മ നക്ഷത്രത്തിൻ്റെ പ്രത്യര നക്ഷത്രവും ആചാര്യനായ തന്ത്രിയുടെ ജന്മനക്ഷത്രത്തിൻ്റെ വധനക്ഷത്രവും കൃത്യമായി കണക്കാക്കി 5-ാം ഭാവാധിപൻ മറഞ്ഞു നിൽക്കുന്ന രാശി ഗണിച്ചു നൽകിയത് മനഃപൂർവമോ യാദൃശ്ചികമോ? ഇത് ജ്യോതിശാസ്ത്രം അറിയാവുന്ന ആളുകൾക്ക് കൃത്യമായി പറയാവുന്നൊരു കാര്യമാണ്. നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. അത് മനഃപൂർവമാണോ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സംഭവിച്ചോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ധ്വജപ്രതിഷ്ഠാ വേളയിൽ വാജിയെ സ്ഥാപിച്ച് കുംഭാഭിഷേകം നടത്തുമ്പോൾ ആർക്കൊക്കെ അവിടെ സന്നിഹിതരാകാം എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം പറയുന്നു. കാരണം അന്ന് ധ്വജപ്രതിഷ്ഠ നടത്തുമ്പോൾ മരണം മൂലം കുടുംബത്തിൽ അശുദ്ധിയുണ്ടായ ഒരു ദേവസ്വം ബോർഡ് അന്ന് തന്ത്രിക്കൊപ്പം അവിടെ നിന്നു. അതായത് ഉള്ള ഒരു ദേവസ്വം ബോർഡ് മെമ്പർ ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ നിന്നു. വാഹനപ്രതിഷ്ഠയും കുംഭാഭിഷേകവും കഴിഞ്ഞ് മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പണിക്കാർ ധ്വജത്തിന് മുകളിൽ കയറി വാഹനം കൊടിമരവുമായി ചേർത്തുറപ്പിക്കാറുണ്ട്. അതായത് അന്ന് കൊടിമരം സ്ഥാപിച്ചതിന് ശേഷം ജോലിക്കാർ കൊടിമരത്തിൽ മരത്തിൽ കയറുന്ന പോലെ കയറിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ വാജിവാഹനം സ്ഥാപിച്ചത്. ഇങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ സ്ഥാപിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ് ഈ പറയുന്നത്. അത് പുലയുള്ള ആളുണ്ട് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ കൊടിമരത്തിൽ മരത്തിൽ കയറുന്ന പോലെ തളപ്പിട്ട് കയറിയിട്ട് വാജിവാഹനം സ്ഥാപിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ അശുദ്ധി എന്താ പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ ഒരാൾ കൊടിമരത്തിൽ കയറിയാൽ അശുദ്ധിയാണ്. അതിന്
പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം തന്ത്രിയും കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ അടക്കമുള്ളവർ ധ്വജത്തിന് മുകളിലുള്ള പ്ലാറ്റ്ഫോമിൽ കയറി മാധ്യമങ്ങൾക്കായി ഫോട്ടോഷൂട്ട് നടത്തുന്നതും പുഷ്പവൃഷ്ടി നടത്തുന്നതും കണ്ടിരുന്നു. ഇത് തികഞ്ഞ ആചാരലംഘനമല്ലേ? അതായത് കൊടിമരത്തിൽ തളപ്പിട്ട് കയറി, അതുകൂടാതെ കൊടിമരത്തിൻ്റെ ആ സ്റ്റാൻഡിൽ, ആ സ്ട്രക്ചറിൻ്റെ മുകളിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവർ കയറിയിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു. 18-ാം പടിക്കൽ സ്ഥാപിച്ചിരിക്കുന്ന മണിയുടെ മഹത്വം ആർക്കെങ്കിലും അറിയാമോ? അത് ഉടച്ചു വാർത്തോ? അല്ലെങ്കിൽ എങ്കിൽ ആരുടെ അനുമതിയോടെ? ഉടച്ചു വാർത്തില്ലെങ്കിൽ ആ മണി എവിടെ? അപ്പോൾ 18-ാം പടിയുടെ അവിടെ ഉണ്ടായിരുന്ന മണി അവിടെയില്ല. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഭഗവാന്റെ വിഗ്രഹം 1950-ൽ ക്ഷേത്രം തീവച്ചതിന് ശേഷം ആ വിഗ്രഹത്തിൻ്റെ തല വെട്ടി കൈകാലുകളൊക്കെ വെട്ടി കളഞ്ഞിരുന്നു. അത് ആ വിഗ്രഹം പിന്നീട് എന്തായി, കാർവ് ചെയ്ത് ഒരു മണിയാക്കി മാറ്റിയിരുന്നു. ആ മണി ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്നു തൂക്കിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യത്തെ കൃഷ്ണശില കൊണ്ടുള്ള ഭഗവാന്റെ യഥാർത്ഥ വിഗ്രഹം ഇപ്പോൾ മണിയാക്കിയിരുന്നു. ആ മണിയെക്കുറിച്ചാണോ ഇദ്ദേഹം ചോദിക്കുന്നത്? 18-ാം പടിയിൽ സ്ഥാപിച്ചിരുന്ന ആ മണിയുടെ മഹത്വം അറിയാമോ? ആ മണിയാണ് ഒരുപക്ഷെ പഴയ വിഗ്രഹമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതെവിടെ? ആ വിഗ്രഹം ഇപ്പോൾ എവിടെ? അപ്പം അയ്യപ്പൻ്റെ മൂലവിഗ്രഹം കൊണ്ടുണ്ടാക്കിയ ഈ മണി എവിടെ പോയി? പൗരാണിക പ്രാധാന്യവും ഇപ്പോഴത്തെ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ള പ്രസ്തുത മണി മാറ്റി സ്ഥാപിക്കാൻ ആരാണ് തീരുമാനിച്ചത്? അപ്പോൾ ഒന്ന് ആലോചിക്കൂ. നമ്മൾ പറയുമ്പോൾ അയ്യപ്പൻ്റെ മൂലവിഗ്രഹം തകർക്കപ്പെട്ടതിന് ശേഷം അതിലെ ശില കൊണ്ടൊരു മണിയുണ്ടാക്കി. ആ മണി ക്ഷേത്രത്തിൻ്റെ അവിടെ 18-ാം പടിക്ക് സമീപം തൂക്കിയിരുന്നു. അതിപ്പോൾ കാണാനില്ല എന്നാണ് പറയുന്നത്. അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ വാജിവാഹനത്തിന് 500 കോടി കൊടുക്കാൻ ആളുണ്ടായെങ്കിൽ അതിന് വേണമെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി പണം കൊടുക്കാനാളുണ്ട്. കാരണം ആ വിഗ്രഹം എന്ന് പറയുന്നത് ആദ്യം ശബരിമലയിൽ ഉണ്ടായിരുന്ന ശാസ്താവിൻ്റെ വിഗ്രഹമാണ്. അതിലാണ് പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ വിലയം പ്രാപിച്ചത്. അതാണ് തകർക്കപ്പെട്ടത്. ആ വിഗ്രഹം പിന്നീട് ഒരു മണിയാക്കി. ആ മണി അവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ശബരിമലയിലെ മൂലവിഗ്രഹം ഇല്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാമോ? പിന്നെ അദ്ദേഹം പറയുന്നു, കാടാമ്പുഴ കാർത്തികൻ അദ്ദേഹത്തിൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൊടിമര പ്രതിഷ്ഠയ്ക്കായി തുടക്കം കുറിച്ച ദേവപ്രശ്നം മുതൽ തന്നെ ആചാരവിരുദ്ധത പ്രകടമായിരുന്നു. അന്ന് ദൈവജ്ഞൻ കർമ്മസാക്ഷിയായ സൂര്യഭഗവാന് പുറം തിരിഞ്ഞിരുന്നാണ് രാശി നോക്കിയത്. ചുരുക്കത്തിൽ കൊടിമരച്ചുവട്ടിൽ സംഭവിച്ച രാസവസ്തു പ്രയോഗം കേവലം നിസാരമായി കാണാതെ മേൽപ്പറഞ്ഞ വിഷയങ്ങളിലുള്ള ദേവൻ്റെ അഹിതമായി തന്നെ കാണുന്നതാവും ഉത്തമം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ധ്യാന നിമഗ്നനായി യോഗനിദ്രയിലാണെങ്കിലും അയ്യപ്പസ്വാമിയെ ശരിയായി മനസ്സിലാക്കാതെ അദ്ദേഹത്തിൻ്റെ ഹിതം ഉൾക്കൊള്ളാതെ മേലിലെങ്കിലും ഇത്തരം അനിഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം താൻ ഉന്നയിച്ച ഈ കാര്യങ്ങൾ, കൊടിമരത്തിൽ കയറിയത്, അതിൻ്റെ പീഠത്തിൽ കയറിയെന്ന് ഫോട്ടോ എടുത്തത്, എന്നിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ ശബരിമലയിലെ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ള പവിത്രമായ ആ മണിക്കെന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്നാണ് ഈ പറയുന്ന കാടാമ്പുഴ കാർത്തികേയൻ ആവശ്യപ്പെടുന്നത്. ഇതിന് മറുപടി തന്ത്രിയോ ദേവസ്വം ഭാരവാഹികളോ പറയുമോ? ദേവസ്വം മന്ത്രിയോട് ചോദിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിനൊന്നും അറിയത്തില്ല. അപ്പോൾ ഏതായാലും ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.